വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണെന്നും അള്ളാഹുവിൻ്റെ വകകൾ സംരക്ഷിക്കണമെന്നും പാളയം ഇമാം VP ഷുഹൈബ് മൗലവി. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര സമുദായത്തിലുള്ളവരെയും ഉൾപ്പെടുത്താനുള്ള വഖഫ് ഭേദഗതി ബില്ലിലെ നിർദ്ദേശത്തിലാണ് പ്രതികരണം. വഖഫ് സ്വത്തുക്കൾ ദാനം ചെയ്ത വസ്തുക്കളാണെന്നും അതാണ് ഖുർആൻ പറയുന്നതെന്നും പാളയം ഇമാം പറഞ്ഞു. പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ നൽകിയ പെരുന്നാൾ സന്ദേശത്തിലാണ് വാക്കുകൾ. സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാൻ മുനമ്പം ജനത സമരം തുടരുന്നതിനിടെയാണ് പാളയം ഇമാമിന്റെ പരാമർശം. സംബന്ധിച്ച് പറയുമ്പോ അത് അള്ളാഹുവിന്റെ ധനമാണ്, അത് മാലുള്ളയാണ്. അൽ വഖഫു മാലുള്ള, വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ധനമാണ്. അള്ളാഹുവിന്റെ ധനം എന്ന നിലയ്ക്ക് അത് അങ്ങേയറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ രാജ്യത്ത് വളരെ വ്യക്തവും കൃത്യവുമായ വഖഫ് നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. മൂലധനത്തെ സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പ്രയോജനവും ആദായവും ജനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു വ്യക്തി തന്റെ സമ്പത്ത് ദാനം ചെയ്യുന്നതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വഖഫ് എന്ന് പറയുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, എന്താണ് പാളയം ഇമാം പറഞ്ഞു വെക്കുന്നത്, അത് അല്ലെങ്കിൽ പറയാതെ പറയുന്നത്? കൃഷ്ണരാജ്, പാളയം ഇമാം ഒരു തരത്തിൽ വിശ്വാസികൾക്കിടയിലേക്ക് ഒരു ആഹ്വാനമാണ് നൽകിയിട്ടുള്ളത്. വഖഫ് ഭേദഗതിയും വഖഫ് ബില്ലിനെയും എതിർക്കുക എന്നൊരു ആഹ്വാനം തന്നെയാണ് ഈ പെരുന്നാൾ ദിനത്തിലും പെരുന്നാൾ നമസ്കാരത്തിലും പൊതു നമസ്കാരത്തിനിടയിലും പാളയം ഇമാം VP ഷുഹൈബ് മൗലവിയുടെ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്വത്താണ്. ഈ സ്വത്ത് മറ്റാർക്കും വിനിമയം ചെയ്യാനോ മറ്റാർക്കും കൈകാര്യം ചെയ്യാനോ അർഹതയില്ല. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും, ആ സ്വത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയ സ്വത്തിന്റെ കണക്കെടുപ്പുകൾ നടത്തണമെങ്കിൽ പോലും അത് വിശ്വാസികളായിരിക്കണം. നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് നിലവിലെ നിയമങ്ങൾ കൊണ്ടുപോകുന്ന വഖഫ് ബില്ലിലൂടെ കൊണ്ടുവരുന്നത് വഖഫ് ബോർഡിലും വഖഫ് ട്രിബ്യൂണലിലും വഖഫ് കൗൺസിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക എന്നതാണ്. ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുക എന്നുള്ളത്, മുസ്ലിം അല്ലാത്ത ഇതര മതക്കാരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെയും ഖുർആന്റെയും നിയമങ്ങൾക്കെതിരാണ്. അതിനെ അംഗീകരിക്കാൻ പാടില്ല. അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇമാമിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുനമ്പത്തെ ഒരു കൂട്ടം ജനങ്ങൾ ഇത്തരത്തിൽ സ്വന്തം സ്വത്തിനും സ്വന്തം കിടപ്പാടത്തിനും വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് മുറവിളി കൂട്ടുമ്പോഴാണ് ഇത്തരത്തിൽ പാളയം ഇമാമിന്റെ അല്ലെങ്കിൽ ഒരു മതമേലത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ സ്വത്തുകൾ കൈകാര്യം ചെയ്യേണ്ടത് നിയമമല്ല, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന നിയമ സംവിധാനമല്ല, അവരുടേതായിട്ടുള്ള മത സംവിധാനങ്ങളാണ് ഇത് നിയന്ത്രിക്കേണ്ടതും ഭരിക്കേണ്ടതും. അത്തരത്തിൽ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ വഖഫിന് കിട്ടിയിട്ടുള്ളതൊന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വഖഫിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് മതത്തിൻ്റെതായിട്ടുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഈ യതീം ഖാന അതുപോലുള്ള മതസ്ഥാപനങ്ങൾ ലഭിക്കാനും വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കണം. അത്തരത്തിൽ ആ തുക അല്ലെങ്കിൽ ആ സ്വത്തുവകകൾ ഇസ്ലാമിൻ്റെത് മാത്രമാണ്. അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറാതെ ഈ ഭേദഗതിക്കെതിരെ, ഈ ബില്ലിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബോധപൂർവം, അതായത് ഏതാണ്ട് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇത്തരത്തിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പൊതു നമസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നു. ആ വേളയിലാണ് മനുഷ്യ മനസാക്ഷിക്ക് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് നന്മ പകരേണ്ട, അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ നന്മ പകരേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നല്ല വാക്കുകൾ കൊടുക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. നിയമത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നിയമ ഭേദഗതികൾക്കെതിരായിട്ട് മതസമൂഹത്തെ തിരിച്ചുവിടുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നുണ്ടായത്. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈദ് സന്ദേശം വളരെ നിർണായകമാണ്. അങ്ങനെ ഒരു ദിവസം എഴുതിക്കൊണ്ടുവന്ന് വഖഫ് ഒരു വിഷയമായി സംസാരിക്കുന്നുവെങ്കിൽ അതിന് പിന്നിലെന്ത്? തീർച്ചയായിട്ടും കൃഷ്ണരാജ, അതായത് ഇന്ന് ബോധപൂർവ്വം, ഇന്ന് നമുക്കറിയാം, ഇന്ന് മലയാളികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല അല്ലെങ്കിൽ വിശ്വാസികൾ മാത്രമല്ല അവിടെ വന്നിട്ടുള്ളത്. ഇതര സംസ്ഥാനത്ത്
ഏറ്റവും കൂടുതൽ മുസ്ലിമുകളാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വേളയിൽ ഇത്തരത്തിൽ വഖഫ് ഒരു വിഷയമായി ഉയർത്തിക്കാട്ടുമ്പോൾ അപ്പോൾ ആ ഒരു വിഷയം പൂർണ്ണ രീതിയിൽ ഈ ബില്ലിനെ എതിർക്കുക അല്ലെങ്കിൽ വഖഫ് ഭേദഗതി ബില്ലിനെ ബോധപൂർവം എതിർക്കാനുള്ള ഒരു സഖ്യത്തെ കൂട്ടുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഗസയും ഇസ്രായേലും ഒക്കെ ഒരു വിഷയമായി പറയുമ്പോഴും മയക്കുമരുന്നൊരു വിഷയമായി പറയുമ്പോഴും മയക്കുമരുന്നൊക്കെ സമൂഹത്തിന് നല്ലത് മയക്കുമരുന്നിൽ നിന്നും സമൂഹത്തെ രക്ഷിച്ചെടുക്കുക എന്ന രീതിയിൽ സന്ദേശങ്ങളൊക്കെ പറയുമ്പോഴും അവിടെ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഒരു ഒളിയും മറയും ഇല്ലാതെ പറഞ്ഞു വെക്കുന്നത് വഖഫ് എന്നത് അള്ളാഹുവിന്റെ സ്വത്താണ്. ആ വാക്കുകളാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും ഒരു മറയും ഇല്ലാതെ പരോക്ഷമായിട്ട് പോലുമല്ല അദ്ദേഹം അത് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വഖഫ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം ആരംഭിക്കുന്നത്. ഈ സ്വത്ത് ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. യതീംഖാനകൾക്കും മതസ്ഥാപനങ്ങൾക്കും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ നാമം വാഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് ഈ സ്വത്ത് വകകൾ ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുന്ന സ്വത്തിൽ നിയമത്തിന് കൈയടക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇടപെടുക എന്നാണ്, അല്ലെങ്കിൽ അതിന് അത്തരത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു സഖ്യത്തെ കൂട്ടിച്ചേർക്കുക എന്നാണ് പാളയം ഇമാമിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കേന്ദ്ര നിയമത്തെ അല്ലെങ്കിൽ ആ നിയമങ്ങളെ ഭേദഗതിയെ ബില്ലിനെയൊക്കെ ശക്തമായി എതിർക്കാനായി എല്ലാവരും കൂടെ നിൽക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നുണ്ട്.